മരട് നഗരസഭയുടെ നെട്ടൂർ ശാന്തിവനം ശ്മശാനം തകർച്ചയിലേക്ക്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വെള്ളമില്ല, മലിനജലമാണ് ഉപയോഗിക്കുന്നത്. ശ്മശാനം മുഴുവനും കാട് പിടിച്ച് കിടക്കുന്നു. 2 കണ്ടൻസി ജീവനക്കാരെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ചെയ്യാവുന്നതിനപ്പുറമാണ് അവിടുത്തെ മാലിന്യം. ശുദ്ധജലം ലഭിച്ചിട്ട് കാലങ്ങളേറെയായി. ബോർവെല്ലോ കിണറോ പോലുമില്ല. ഹിന്ദു ആചാരപ്രകാരം കർമ്മങ്ങൾ ചെയ്യാൻ പോലും ശുദ്ധജലം ലഭിക്കുന്നില്ല. ശ്മശാനത്തിന്റെ പിൻവശം കാടുമൂടി ഭയാനകരമായി. ശ്മശാനത്തിലെ ജീവനക്കാർക്ക് വിശ്രമിക്കാനുള്ള നല്ല മുറികളില്ല. ഏത് നിമിഷവും നിലംപൊത്താവുന്ന രീതിയിൽ ഗ്യാസ് ക്രിമിറ്റോറിയത്തിന്റെ പുകക്കുഴകൾ തുരുമ്പ് പിടിച്ച് വീഴാറായിരിക്കുന്നു. ശ്മശാനത്തിന്റെ മുൻവശം പ്രകൃതി രമണീയമാക്കിയെങ്കിലും ശ്മശാനത്തിന്റെ പിൻഭാഗം ശ്മശാനമുഖതയാണ്. മരട് നഗരസഭ സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനം കരസ്ഥമാക്കിയെങ്കിലും ശ്മശാനത്തിലെ മാലിന്യം നീക്കുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടി മരട് മേഖലയും നെട്ടൂർ മേഖലയും സംയുക്തമായിട്ട് മരട് നഗരസഭ സെക്രട്ടറിക്ക് പരാതി നൽകി. പരാതിക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ നഗരസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്നും പ്രഖ്യാപിച്ചു. നമസ്കാരം. മരട് മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ 3-4 ആഴ്ചകളായി മുനിസിപ്പാലിറ്റിയുടെ ശ്മശാനത്തിൻ്റെ ശോചനീയാവസ്ഥ കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ BJPയുടെ നേതൃത്വത്തിൽ, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ സെക്രട്ടറിക്ക് നിവേദനം കൊടുക്കുകയാണ്. അവിടുത്തെ ശോചനീയാവസ്ഥ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ശുദ്ധജലം കുറവാണ്. നമ്മുടെ ഇവിടെ മരട് മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വികസനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ടോപ്പാന്ന് പറയുകയും പത്രങ്ങളിൽ ഫോട്ടോ വരികയും ചെയ്യുക മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ശ്മശാനത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ 4 സെൻറ്റിലും 3 സെൻറ്റിലും താമസിക്കുന്ന കുടുംബങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. അവിടെ ഒരാൾ മരിക്കുകയാണെങ്കിൽ അവിടെ വരുന്ന റീത്ത് പോലെയുള്ള വേസ്റ്റുകൾ പോലും സംസ്കരിക്കാൻ ഒരു സൗകര്യം ഇതുവരെ ശ്മശാനത്തിന് ഏറ്റവും കൂടുതൽ സ്പേസുള്ളൊരു ശ്മശാനമാണ് നമുക്ക്. അപ്പോൾ അതിനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി തരണമെന്നും ശുദ്ധമായ വെള്ളം നമുക്ക് ലഭിക്കണമെന്നും അവിടുത്തെ മോട്ടർ കംപ്ലൈൻ്റ് ആയിട്ട് 3-4 ആഴ്ചകളായി അങ്ങോട്ട് തിരിഞ്ഞു പോലും മുനിസിപ്പാലിറ്റി ഇതുവരെ നോക്കിയിട്ടുണ്ടായില്ല. അതിനെതിരെ ഞങ്ങളൊരു പരാതിയായിട്ട് ബോധിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ പരാതിയുടെ മേൽ നടപടിയൊന്നും നടന്നില്ല എങ്കിൽ ഞങ്ങൾ ശക്തമായി ഇനി പ്രതിഷേധവുമായി ഞങ്ങൾ മരട് മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ ഉണ്ടാവുമെന്നുള്ളതും സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. അതുകൂടാതെ വർഷം ശ്മശാനത്തിൻ്റെ വർക്കുകൾ, അതായത് ഓരോ വർഷം ഇപ്പോൾ മെയിൻ്റനൻസ് വർക്കുകൾക്കുള്ള ഫണ്ട് നീക്കിവെച്ച് അത് ഓരോ വർഷവും അത് മെയിൻ്റനൻസ് ചെയ്യണമെന്നുള്ള ഒരു അഭ്യർത്ഥനയും നമ്മൾ ഇവിടെ ബോധിപ്പിച്ചിട്ടുള്ളതാണ്. ഇതാണ് നമുക്ക് മുനിസിപ്പാലിറ്റി അറിയിക്കാനുള്ളത്. ഇതിന് നമ്മൾ നോക്കും, ഒരാഴ്ച കൂടി നമ്മൾ ഇതിന് നടപടി എടുക്കുന്നുണ്ടോ നോക്കും. നടപടിയൊന്നും ആയിട്ടില്ല എന്നെങ്കിൽ നമ്മൾ മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ പ്രതിഷേധങ്ങളുമായി ഞങ്ങൾ സംഘടിക്കുന്നതായിരിക്കും. മുനിസിപ്പാലിറ്റിയിലുള്ള പൊതുശ്മശാനത്തിലെ ആഴ്ചകളായിട്ട് അന്ത്യകർമ്മം ചെയ്യാൻ വരുന്ന ഭക്തർക്കുള്ള വെള്ളം മുടങ്ങിയിട്ട് ആഴ്ചകൾ കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് ശ്മശാനത്തിൽ ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞ അവസ്ഥ, ശ്മശാനം ശരിക്കും മോട്ടോർ വർക്കിയായത് മൂലവും മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ നൽകുന്ന വെള്ളം മലിനജലമാണെന്നും കണ്ട് ബോധ്യപ്പെട്ടതിനാൽ മരട് മുനിസിപ്പൽ സെക്രട്ടറിക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ പേരിൽ ഭാരതീയ ജനതാ പാർട്ടി പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതി നൽകി